Sapphire, the dream team in entrance coaching. Good morning, all of you. Warm welcome to Sapphire. Good morning. Good morning. Good morning. നമ്മൾ ഇന്നൊരു വളരെ നമ്മുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നമുക്ക് അതിൻ്റെതായ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു 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 അല്പസമയം നമുക്കൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം. നിങ്ങളുടേതായ രീതിയിൽ ഒരു മിനിറ്റ് ഒന്ന് എണീറ്റ് നിന്ന് മനസ്സിൽ എന്താണോ, ആരെയൊക്കെയാണോ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സിലേക്ക് തോന്നുന്നത്, നിങ്ങളുടേതായ രീതിയിൽ ഒരു മിനിറ്റ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. പ്ലീസ് എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കുക. എന്നിട്ട് ഈ ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുമിച്ച് ഒരു പ്രാർത്ഥനയിൽ തുടങ്ങാം. ഓക്കെ? താങ്ക് യു. ഇന്ന് നമ്മുടെ ഒരു തീരുമാനം, ഒരു വർഷം നമ്മൾ കഠിനമായി പ്രയത്നിക്കുമെന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയിട്ട് തുടങ്ങുക. ഇതിന്റെ ഒരു രീതിയൊക്കെ നിങ്ങൾക്കറിയാം. റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നും റീ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ട്, അല്ലെ? അതിലേക്കുള്ള വഴി അത്ര എളുപ്പമല്ലെന്ന് നമുക്കറിയാം. വളരെ ഹാർഡായിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ തളർന്നു പോകാതെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിൻ മൈൻഡ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും. ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ. നമുക്ക് എത്രയും പെട്ടെന്ന് ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. എപ്പോഴാണോ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങാൻ പറ്റുന്നത്, എത്രയും പെട്ടെന്ന് നിങ്ങളെ ഇവിടെ സഫയറിന്റെ ക്ലാസ്സുകളിലേക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓൺലൈൻ ക്ലാസ്സുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് മാക്സിമം യൂസ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് യാത്ര എന്ന് പറയുന്ന ഒരു സ്ഥാനം. ദിവസവും വീട്ടിൽ നിന്ന് സഫയറിലേക്ക് വരിക, ആ ഒരു യാത്ര, അതുകൊണ്ടുള്ള ക്ഷീണം ഇതൊന്നുമില്ല. നമുക്ക് പൂർണ്ണമായും നമ്മുടെ വീട്ടിൽ സേഫായി ഇരുന്നുകൊണ്ട് മാക്സിമം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ അതിനെ കാണണം. അപ്പൊ അതിലേക്കുള്ള സ്റ്റെപ്പ് നമുക്ക് ഇന്ന് തുടങ്ങാം. ഇന്നിപ്പോ ആദ്യം കുറച്ച് കാര്യങ്ങൾ നമുക്കുള്ളത്, ഇതിന്റെ ഒരു ഇനാഗുറേഷൻ സെഷൻ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടർ ഡോക്ടർ വി സുനിൽകുമാർ സാറുണ്ട്. അപ്പൊ സാറ് ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. സാറിനെ ഞാൻ ഇതിന്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഡയറക്ടർ സാറാണ്. നിങ്ങൾക്ക് പലർക്കും ഇവിടെ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഫിസിക്സ് അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ വി സുനിൽകുമാർ സാറിനെ ഇതിന്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുക. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഓക്കെ, ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ഫേസിന്റെ രണ്ടാമത്തെ ബാച്ചാണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പോ നമ്മുടെ ഓരോ ഫേസിലും കുറെ ബാച്ചുകൾ തുടങ്ങുന്നു. ഇതിലെല്ലാം മിടുക്കരായ കുട്ടികൾ തന്നെയാണ് ഇരിക്കുന്നത്. അവരെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ചെറിയ അബദ്ധങ്ങൾ പറ്റിയ കുട്ടികളാണ്. ആ അബദ്ധങ്ങൾ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരെ റിപ്പീറ്റ് ചെയ്യാൻ സഫയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലോട്ട് വരുന്നത്. കമ്പാരിറ്റീവ്ലി എല്ലാ വർഷവും മെയ് മാസം റിസൾട്ട് വരും. ജൂണ് തൊട്ടാണ് റിപ്പീറ്റർ ബാച്ച് തുടങ്ങുന്നത്. പക്ഷെ കഴിഞ്ഞ 2 വർഷം തൊട്ട് ആ ടൈം പീരീഡ് എല്ലാം മാറുക. ഇതുവരെ റിസൾട്ട് ഈ വർഷത്തിൽ വന്നില്ല.
അത് വരുമ്പോൾ ഒക്ടോബർ ആവാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള മാസം നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെ പോവാം മാക്സിമം. ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ്. അപ്പൊ ഈ ടൈം ഡ്യൂറേഷനിൽ നമുക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ നന്നായിട്ട് പഠിക്കണം. കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് ഫിസിക്സ് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാ തിയറിയും NCERT ബേസ് ചെയ്തിട്ടുള്ള തിയറിയാണ്. ബയോളജിയും കെമിസ്ട്രിയും എല്ലാം NCERT തന്നെയാണ്. പക്ഷെ ഈ വർഷം ഫിസിക്സിന്റെ ലെവൽ ഒന്ന് പണ്ട് 4 വർഷത്തിന് മുമ്പ് ഫിസിക്സ് ഏത് ലെവലായിരുന്നു ആ ലെവലിലോട്ട് തിരിച്ചു പോയി. കോൺസെപ്റ്റ് എല്ലാം NCERT തന്നെയാണ്. ബട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ലെന്തി ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കാൻ തന്നെ കുറെ സമയം എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. പിന്നെ അതുപോലെ തന്നെ ചെയ്തു വരുമ്പോൾ ന്യൂമറിക്കൽസ് കുറച്ച് വലുതാണ്. അങ്ങനെ അവര് ഒരുപാട് പേടിച്ച കുട്ടികളുണ്ട് ഇതിന്റെ അകത്ത്. കാര്യം ഫിസിക്സിലോട്ട് വന്നപ്പോ പിന്നെ കെമിസ്ട്രി തിരിച്ചു പോകണമോ എന്ന് ഞാൻ അറിഞ്ഞൂടാ. പക്ഷെ അതിന്റെ അകത്തിന് നമ്മള് നോക്കിയെടുത്ത ഒരു 30ഓളം ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഒരു 15 തൊട്ട് 20 ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ് കുറെ കൂടെ പ്രയാസം. പ്രയാസം എന്ന് വെച്ചാൽ എല്ലാം നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. ബട്ട് ലെന്തി ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി ആ ലെവൽ തന്നെ ആയിരിക്കാം അവര് കീപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കില്ല. രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോയേ പറ്റൂ. ഈസി ക്വസ്റ്റ്യനും ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ. ഈ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചതെല്ലാം ഡയറക്റ്റ് റിസൾട്ട് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ്. എന്ന് വെച്ചാൽ അതിനൊരു ഫോർമുല ഉണ്ടായി, ഡെറൈവ് ചെയ്ത് എടുക്കേണ്ട ഫോർമുലയാണ്. പക്ഷെ അത് മുൻകാലത്തിൽ ചോദിച്ചിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ഡെറൈവ്ഡ് ഫോർമുലയായി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് പ്രോബ്ലം കിട്ടും. പക്ഷെ പലർക്കും അത് ആദ്യം ഡെറൈവ് ചെയ്യേണ്ടി വരും, പിന്നീടാണ് അവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫിസിക്സ് ഒരു 30 ക്വസ്റ്റ്യൻ ഒക്കെ കഴിഞ്ഞതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല റാങ്ക് കിട്ടും തീർച്ചയായിട്ടും. ഒരു 530 540 മുകളിലുണ്ടെങ്കിൽ ഗവൺമെന്റ് കോളേജിൽ കിട്ടാൻ സാധ്യതകളുണ്ട്. നമ്മൾ പറയുന്ന പോലെയല്ല, പലരും റാങ്ക് പ്രഡിക്ഷൻ ഉണ്ട്, പല രീതികളിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതൊക്കെ റിസൾട്ട് വരുമ്പോഴേ അറിയാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റും ഇത്രയുണ്ട് ഇത്രയുണ്ട് ഇത്രയുണ്ടെന്ന്. അപ്പൊ ആ കുട്ടിയാന്ന് പറയാണ്, ഞാൻ പ്രതീക്ഷിച്ചത് ഇത്രയായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയത് അത്ര. ഞാൻ എല്ലാം ചെയ്തെന്ന് പ്രതീക്ഷിച്ചു, എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് ഓർമ്മ പ്രശ്നം ഉണ്ടായി എന്ന് വേണമെങ്കിൽ ആർക്കും പറയാൻ പറ്റും. അതുകൊണ്ട് എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ ഉള്ളത് ഒരു ചില കുട്ടിക്ക് നല്ല മെമ്മറി ഉണ്ടായിരിക്കും, അവർക്ക് അത് വേണമെങ്കിൽ കറക്റ്റാ പറയാൻ പറ്റും. ചിലവർക്കെല്ലാം സംശയമായിരിക്കാം, ഇതാണോ ശരി, അതാണോ ഞാൻ ചെയ്തത്, 2-3 എണ്ണം ഞാൻ വിട്ടിട്ടുണ്ടോ, 2-3 എണ്ണം മാറി ചെയ്തോ എന്നൊക്കെ ഉള്ളത് ഉണ്ടാവും. അപ്പൊ നമ്മള് അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. വരുന്ന വർഷം നമുക്ക് എങ്ങനെയാണ് മാർക്ക് മാക്സിമം സ്കോർ ചെയ്ത് പോവാം എന്നാണ്. നമ്മൾ 650ന്റെ മുകളിൽ തന്നെയാണ് സ്കോർ ചെയ്യേണ്ടത്. ചിലപ്പോ 550നും MBBS കിട്ടും, അത് ഉറപ്പാണ്. ഇപ്പോഴത്തെ ഈ ലെവലിലാണ് ക്വസ്റ്റ്യൻ പോണം. എന്നാലും നമ്മുടെ എയിം 650+ ആണ്. അതിലത്തേക്ക് വേണ്ടി നമ്മൾ ഇന്ന് തൊട്ട് ഹാർഡ് വർക്ക് തുടങ്ങും. ഇപ്പൊ ചില ആൾക്കാർ ഇതിന്റെ അകത്തിരിക്കുന്നവർ വിചാരിക്കാം നമുക്ക് റിസൾട്ട് വന്നിട്ടൊന്ന് തുടങ്ങാം. അങ്ങനെയല്ല, റിസൾട്ട് വരട്ടെ, നമ്മളിപ്പോൾ വാശിയോടുകൂടി തുടങ്ങും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ക്ലാസ് നിങ്ങൾ കണ്ട് അതിന്റെ വർക്ക് ചെയ്തു പോകും. ഇപ്പൊ എല്ലാ ചാപ്റ്ററുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കും. എത്ര സമയമെടുത്തും ഡീറ്റെയിൽ ആയിട്ടേ പഠിപ്പിക്കത്തുള്ളൂ. ഇപ്പൊ ഫിസിക്സിന്റെ കാര്യത്തിൽ ആദ്യം നമ്മൾ ഒരു 3 ടോപ്പിക് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കുകളാണ് എന്ന് വെച്ചാൽ എല്ലായിടത്തേക്കും കോമൺ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഡയമെൻഷൻ ഫോർമുല, യൂണിറ്റ് എറർ, അതൊരു ചാപ്റ്റർ. പിന്നെ വെക്റ്റർ ഒരു ചാപ്റ്റർ,
വൺ ഡയമെൻഷണൽ മോഷൻ. ഈ 3 ചാപ്റ്ററുമാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്ന് പറയും. അതുണ്ടെങ്കിലേ ബാക്കി ചാപ്റ്ററുകൾ ഫസ്റ്റ് ഇയർ ആവട്ടെ സെക്കൻഡ് ഇയർ ആവട്ടെ ഏതും പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിലെല്ലാം ഈ കോൺസെപ്റ്റുകൾ വരുന്നു. ഫസ്റ്റ് ഇയറിലുള്ള ഏത് ടോപ്പിക് പഠിക്കണമെങ്കിലും ഇത് വേണം. സെക്കൻഡ് ഇയർ നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സ് അത് പഠിക്കണമെങ്കിലും നമുക്ക് വെക്ടർ വേണം, ഡയമെൻഷൻ ഫോർമുല വേണം, വൺ ഡയമെൻഷണൽ മോഷൻ വേണം. അവിടെ ബോഡിയൊക്കെ മൂവ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ആ 3 ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കുമായിരിക്കും എടുത്ത് വരുമ്പോൾ സ്കൂളുകളൊക്കെ തുറക്കാൻ പറ്റും. ആ സമയത്ത് നമ്മൾ സെക്കൻഡ് ഇയറിന്റെ ടോപ്പിക്കായിരിക്കും ആരംഭിക്കുന്നത്. കൂടുതലും നവംബർ 1-ാം തീയതി നമുക്ക് നേരിട്ട് ക്ലാസ് തുടങ്ങാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. അപ്പൊ നിങ്ങളിപ്പം ചെയ്യേണ്ടത് ബയോളജി ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും NCERT ബുക്ക് വായിക്കും. NCERT അങ്ങനെ എളുപ്പത്തിൽ കളയാൻ പറ്റുന്നത്. ബയോളജിയും കെമിസ്ട്രി NCERT-ക്കകത്ത് തന്നെയാണ് ചോദിച്ചത്. ഫിസിക്സ് നമ്മൾ അങ്ങനെ നമ്മളെ തിയറി കോൺസെപ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ NCERT ബുക്കാണ്. നമ്മൾ NCERT കൂടെ വായിച്ചു പോയേ പറ്റുള്ളൂ. അതിൻ്റെ അകത്തുള്ള എക്സാമ്പിൾസ്, ഗ്രാഫ്, ഇതൊക്കെ ഒരു പ്രാവശ്യം ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചോദിക്കാതിരിക്കത്തില്ല. നമ്മള് വലിയ ഗൈഡിലെ വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ വരണമെന്നില്ല. ഓരോ വർഷവും എക്സാമിനറിന്റെ അനുസരിച്ചാണ് ഇടുന്നത്. പിന്നെ ഈ ലെവൽ കുറച്ച് കീപ്പ് ചെയ്യും അവര്. കാരണം കഴിഞ്ഞ വർഷം എയിംസിലൊക്കെ പോയ കുട്ടികൾ അവര് പ്രതീക്ഷിച്ച ലെവലിൽ നിന്നും താഴെ. അപ്പൊ അവര് എയിംസ് പ്രത്യേക എക്സാം നടത്തണം എന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചു. അതിന്റെ ഫലമായിട്ടാണ് കുറച്ച് ടഫാക്കിയത്. അപ്പോഴവർക്ക് സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല, മാർക്കുകളൊക്കെ വളരെ 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 അടുത്തായിരുന്നു. അത് മാറ്റാനാണ് ഇവരിങ്ങനെ ഒരു സെലക്ഷൻ എളുപ്പത്തിൽ കിട്ടാനാണ് ഫിസിക്സിനെ ടഫാക്കിയത്. ടഫ് എന്നല്ല, ക്വസ്റ്റ്യൻ ലെന്തിയാണ്. അതാണ് അവിടെ ഉണ്ടായത്. എല്ലാ കുട്ടികൾക്കും സമയം കിട്ടിയാൽ ചെയ്യാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മുടെ റിപ്പീറ്ററിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളത്. നമ്മുടെ റിപ്പീറ്റർ സ്റ്റഡി മെറ്റീരിയൽ എല്ലാ ടൈപ്സിലുള്ള ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 80 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓരോ ടോപ്പിക്കിനും. പിന്നെ അതുപോലെ തന്നെ ഒരു 30 to 20 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് സെലക്ടഡ് ക്വസ്റ്റ്യൻസുകളുണ്ട്. അത് കംപ്ലീറ്റ് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെയ്യും. അത് ഫിസിക്സ് മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി റിപ്പീറ്ററിന്റെ പ്രത്യേക സ്റ്റഡി മെറ്റീരിയലാണ്. ആ സ്റ്റഡി മെറ്റീരിയലിന്റെ അകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യും. എല്ലാ ദിവസവും കറക്റ്റ് ആ ക്ലാസ്സിൽ കയറണം. നെറ്റ് കിട്ടിയില്ല, അതില്ല, ഇതില്ല എന്നുള്ള ഓരോന്നും പറയാൻ എളുപ്പം. പക്ഷെ ക്ലാസ്സിൽ കറക്റ്റാ കയറിയിരിക്കണം. അന്നൊന്ന് പഠിപ്പിക്കുന്ന കാര്യം അന്നൊന്ന് പഠിക്കണം. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കണം. വച്ച് മിനിമം ഒരു 15 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യണം. നമ്മുടെ ക്ലാസ് 6 മണിക്കൂർ, ബാക്കിയുള്ള സമയം ഒരു 8 മണിക്കൂറെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്യണം. മിനിമമാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം എത്ര വേണമെങ്കിലും ചെയ്യാൻ പറ്റും. NCERT വായിച്ച് തന്നെ കൂടെ പോകണം. NCERT ബുക്കിനെ കളഞ്ഞു കളയാം. അത് ചോദിച്ചില്ലല്ലോ, ഇത് ബയോളജി, കെമിസ്ട്രി എല്ലാം NCERT-ക്കകത്താണ്. ഫിസിക്സ് NCERT-ക്കകത്തുള്ള കാര്യം തന്നെയാണ് ടോപ്പിക്ക്. വെളിയിലുള്ള ഒരു ഫോർമുലയില്ല, എല്ലാം NCERT. ബട്ട് ക്വസ്റ്റ്യൻ ലെന്തിയാക്കി കൊടുത്തേ ഉള്ളൂ. അപ്പൊ അതിൽ പല ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായി കുറെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അതിപ്പോ ഗൈഡിലും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗൈഡിനും അവർ എടുത്തിട്ടുണ്ട്, NCERT കോൺസെപ്റ്റുകളും എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്നും ഇനിയിപ്പം കഴിഞ്ഞതാണ് പരീക്ഷ. ഇനി നമ്മൾ അടുത്ത വർഷം ഏറ്റവും മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതാണ് ചെയ്യാൻ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും. പിന്നെ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പൊ നിങ്ങളെ പെട്ടെന്ന് 300-ലിരിക്കുന്നവനെ 700 കൊണ്ടെത്തിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ വർക്ക് ചെയ്താൽ എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും. കാര്യം നിങ്ങളെ പൊട്ടൻഷ്യൽ ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റാത്തത്. ഒരു കുട്ടിക്ക് ഏത് സ്ഥലത്ത് വെച്ച് വേണമെങ്കിലും ഒരു തോന്നലുണ്ടാകും, പഠിച്ച് കയറിയേ പറ്റുള്ളൂ. ആ ഒരു സ്പാർക്കാണ് അയാളെയും കൊണ്ട് മുന്നിലോട്ട് പോകണം. ആ സ്പാർക്ക് ഏത് കുട്ടിക്ക് എവിടെ വെച്ച് കിട്ടും എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ഇരിക്കുന്ന കുട്ടികളൊന്നും മോശക്കാരല്ല. അത് മാർക്ക് കുറഞ്ഞു പോയെന്നോ A+ കുറഞ്ഞെന്ന് പറഞ്ഞോ ആരും മോശക്കാരല്ല. അവരെല്ലാം ചിലപ്പോൾ ജീവിതത്തിൽ വലിയ വലിയ സ്റ്റേജുകളിൽ എത്താൻ പറ്റും.
പക്ഷെ ഏത് സ്റ്റേജിൽ എത്തണമെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. അല്ലാതെ ഒരു വഴിയില്ല, ഷോർട്ട് കട്ട് വഴിയേ. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അതാണ്. സഫയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഹെൽപ്പാണ്, മാക്സിമം ഹെൽപ്പ് തരുന്നതാണ്. സഫയറിന്റെ ലൈബ്രറി അത്രയും വലിയ ലൈബ്രറിയിലാണ്, ഇല്ലാത്ത ബുക്സുകളൊന്നുമില്ല. അവിടെ ടീച്ചേഴ്സ് അവൈലബിൾ ആണ്, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് രാത്രി 11:30-12 മണി വരെ ലൈബ്രറി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് തുറന്നു കഴിഞ്ഞു. അപ്പോ ആ സമയത്തൊക്കെ ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് കിട്ടുന്നതാണ്. പിന്നെ ക്ലാസ്സുകൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സാണ് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത്. ഇന്ററാക്റ്റീവ് ലൈവ് ക്ലാസ്സാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചോദിക്കാം. ഇപ്പോൾ ഇന്നിപ്പം ക്ലാസ് തുടങ്ങുമ്പോൾ ഇന്നിപ്പോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ക്ലാസ് തുടങ്ങും. ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന്, ലോഗരിതം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യമാണ്. ലോഗരിതം ഫിസിക്സിന് വേണ്ട, കെമിസ്ട്രിക്ക് ലോഗരിതം വേണം. അപ്പൊ നാളെ തൊട്ട് യൂഷ്വലായിട്ട് ടോപ്പിക്ക് തുടങ്ങും. ഈ ആഴ്ച തിങ്കളാഴ്ച എക്സാം കാണത്തില്ല, അടുത്ത മൺഡേ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. കാരണം ഇന്നിപ്പം 2-3 ദിവസം ഈ ആഴ്ച ഉള്ളൂ. അടുത്ത ആഴ്ചയും കൂടെ എടുത്തിട്ട് മൺഡേ, എല്ലാ മൺഡേയും എക്സാം യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ 2 യൂണിറ്റുകൾ ചേർന്ന് സിയോട്സ് എന്നൊരു എക്സാം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് എക്സാംസ് ആണ് നമ്മൾ നടത്തുന്നത്. ഇതിനു ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് പോർഷൻ തീർക്കേണ്ടി വരും. പോർഷൻ എന്ന് വെച്ചാൽ ഓട്ടിച്ച് തീർക്കാനല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചിട്ടാണ് തീർക്കുന്നത്. നമ്മുടെ ഓരോ സബ്ജക്റ്റിനും ഒരു യൂണിറ്റിന് 10 മണിക്കൂറാണ് ക്ലാസ്. 10 മണിക്കൂർ എല്ലാ യൂണിറ്റും. ചിലപ്പോൾ വലിയ ചാപ്റ്ററിനെ 2 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ യൂണിറ്റും 10 മാർക്ക് എന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ ചിലപ്പം 20 മണിക്കൂർ കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. കംപ്ലീറ്റ് NCERT കോൺസെപ്റ്റ് പറയുന്നുണ്ട്, ഈ സ്റ്റഡി മെറ്റീരിയൽ മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് തരുന്നു. പ്രത്യേകിച്ച് ഫിസിക്സിന് 2 ദിവസത്തിൽ ഒരിക്കൽ അസൈൻമെന്റ് എക്സ്ട്രാ തരും. അത് നിങ്ങൾ ചെയ്തുകൊണ്ട് വരേണ്ടത്. അങ്ങനെ നിങ്ങളെ തീർച്ചയായിട്ടും 40-ൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കേണ്ട ഒരു രീതിയിൽ ഉറപ്പാക്കി മാറ്റുന്നതാണ്. അതിനുവേണ്ടി മാക്സിമം എഫർട്ട് നമ്മൾ ചെയ്യും. നമ്മൾ നിങ്ങളെ എല്ലാം കൊണ്ട് ഇത്ര മാർക്ക് വാങ്ങും എന്നല്ല, മാക്സിമം നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നിങ്ങൾക്ക് ചെയ്ത് തരും. അതിലെ ഒരു സംശയം വേണ്ട. കാര്യം നിങ്ങൾ ഒരു വർഷം കളഞ്ഞിട്ടാണ് റിപ്പീറ്റ് ചെയ്യും. അത് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ളവരാണ് സഫയറിലുള്ള ഓരോ അധ്യാപകരും. എല്ലാ അധ്യാപകരുടെയും ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ക്ലാസ്സിൽ നിങ്ങൾ ഇന്ന് തൊട്ട് ഡെയിലി 6 മണിക്കൂർ ക്ലാസ്, ബാക്കി ഒരു 8 മണിക്കൂർ വർക്ക്, അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഒരു വർഷം വേറെ ഒരു അതർ ആക്ടിവിറ്റീസിനും പങ്കെടുക്കരുത്. വീട്ടിലിരുന്ന് നല്ലതുപോലെ വർക്ക് ചെയ്യുക. ഇപ്പൊ നവംബർ 1 ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നേരിട്ട് തന്നെയാണ് ഇവിടെ ക്ലാസ് കിട്ടും. ആ സമയത്ത് ലൈബ്രറി ഉപയോഗിക്കാം, ഹോസ്റ്റൽ ഓപ്പൺ ചെയ്യും, എല്ലാ സൗകര്യങ്ങളും സഫയർ തരുന്നതാണ്. ബസ് സർവീസ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, സഫയർ എന്ന് പറയുന്ന ഒരു വഴികാട്ടി മാത്രമാണ് നിങ്ങൾ. ഇതിന്റെ അകത്തുള്ള 80% വർക്കും നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു വലിയ വീടുണ്ടെന്നിരിക്കട്ടെ, ആ വീട്ടിന്റെ അകത്ത് നിങ്ങൾക്കൊന്ന് കയറാൻ വേണ്ടി വീട്ടിന്റെ അത്രയും വലിപ്പത്തിലുള്ള കതക് ഒരിക്കലും വീട്ടിലിടത്തില്ല. വീടിനെക്കാട്ടിലും സൈസ് കുറഞ്ഞ ഒരു കതകാണ് വീട്ടിലിടുന്നത്. ആ കതകിനെ പൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൂട്ട് കതകിനെക്കാട്ടിലും സൈസ് കുറഞ്ഞത്. അതിനെ പൂട്ടാൻ ഉപയോഗിക്കുന്ന താക്കോല് അതിനെക്കാട്ടിലും സൈസ് കുറഞ്ഞത്. പക്ഷേ ആ താക്കോല് കൊണ്ട് തുറന്നാലേ പൂട്ട് തുറക്കത്തു. പൂട്ട് തുറന്നാലേ കതക് തുറക്കാൻ പറ്റും. കതക് തുറന്നാലേ നമുക്ക് ആ വിശാലമായ വീട് കാണാൻ പറ്റും. അതാണ് സഫയർ എന്ന് പറയുന്നത്. വെറും ഒരു താക്കോല് മാത്രം നിങ്ങൾക്ക് ഏത് അറ്റം വരെ പോകാൻ പറ്റുന്നു. നമ്മൾ ഒരിക്കലും ആരുടെ മുമ്പിലും ഇങ്ങനെ ചെയ്തെന്നോ അങ്ങനെ ചെയ്തെന്നുമല്ല. നമുക്ക് പറ്റുന്ന മാക്സിമം എഫർട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരും. അത് ആത്മാർത്ഥമായിട്ട് എത്ര മണിക്കൂർ പഠിപ്പിക്കാനും നമ്മൾ റെഡിയാണ്. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ റെഡിയാണ്.
എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു മനസ്സ് വേണം. വർക്ക് തന്നെയാണ് നമ്മളെപ്പോഴും വർഷീപ്പായിട്ട് കണക്കാക്കേണ്ടത്. അതിന്റെ മുമ്പിൽ വേറെ ഒന്നുമേ. പിന്നെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ ദൈവം വിചാരിക്കും അയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളെപ്പോഴും പിന്തുടരേണ്ടത്. ആ വർക്കിനെ വിട്ട് വേറെ ഒന്നിലും പോകരുത്. നല്ല സ്പിരിറ്റോട് കൂടി വർക്ക് ചെയ്യണം. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളെ പുറകിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഫുൾ സപ്പോർട്ടോടുകൂടി ഉണ്ടായിരിക്കും. നമ്മൾ റിപ്പീറ്റർ ചെയ്യുന്നത് ഇവിടെ റിപ്പീറ്റ് ചെയ്ത ഒരു കുട്ടിയുടെ ചോദിച്ചു നോക്കണം, നമ്മൾ എന്തൊക്കെയാണ് റിപ്പീറ്റർ ചെയ്ത് കൊടുക്കുന്നത്. അത്രയ്ക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ 2 വർഷം തൊട്ട് നമുക്ക് പറയാൻ പറ്റും കോവിഡിന്റെ പ്രശ്നങ്ങളും ഒക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. സാറുമാരൊക്കെ വന്ന് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, സ്ഥാപനങ്ങളൊക്കെ അടച്ചിടേണ്ടി വന്നു. ഇതിന്റെ ഇടയ്ക്കും ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ് കൊടുത്ത ഫുൾ ക്ലാസ് ആണ് നമ്മളെ ഈ അക്കാഡമിക് ഇയറിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും തരും. എല്ലാവർക്കും അടുത്ത വർഷത്തെ നീറ്റ് എക്സാമിന് ഹൈ സ്കോർ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇനോഗ്രേഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്യാണ്. ഓക്കെ, നന്ദി, നമസ്കാരം. Good morning, sir. Good morning. Okay. Good morning and welcome to Sapphire. നിങ്ങൾ പുതിയ ബാച്ച് ഇന്ന് ആരംഭിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും തന്നെ ഈ 2 ആഴ്ച മുമ്പ് നടന്ന നീറ്റ് എഴുതിയവരായിരിക്കും. അതിന്റെ റിസൾട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പബ്ലിഷ് ചെയ്യും. ആ റിസൾട്ട് വരുമ്പോൾ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പോകണം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഇന്ത്യയില് 68,000-ൽ കൂടുതൽ MBBS സീറ്റുകളുണ്ട്. ഇന്ത്യയിൽ മോർ ദാൻ 68,000, നിയർലി 70,000 സീറ്റ്സ് ആണ് ഇന്ത്യയിൽ ആകമാനം MBBSനുള്ളത്. അതിന്റെ ഏകദേശം പകുതിയോളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും ബാക്കി ഏകദേശം പകുതി പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലുമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതിനുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് വളരെ ചെറിയ ഫീസ് കൊടുത്താൽ മതി. പ്രൈവറ്റ് കോളേജുകൾ ഈക്വലി ഗുഡാണ്. വളരെ നല്ല രീതിയിൽ നടക്കുന്ന ധാരാളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ ഫീസ് വളരെ കൂടുതലാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് വെറും 25,000 രൂപയേ ഉള്ളൂ. ഇന്ന് UKGയിലും LKGയിലും 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിക്ക് വരെ അത്രയും ഫീസാണ് പ്രൈവറ്റ് സ്കൂളുകളിൽ വാങ്ങിക്കുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 25,000 രൂപ ഫീസ്. ട്രിവാൻഡ്രം ഗവൺമെന്റ്, കേരളത്തിലുള്ള ഏത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജും. ഡൽഹിയിലെ എയിംസ് ഉണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഒരു വർഷത്തെ ഫീസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 2,500 രൂപയേ ഉള്ളൂ. ജിപ്മർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് പോണ്ടിച്ചേരിയിൽ. ഒരു വർഷത്തെ ഫീസ് വെറും 1000 രൂപ. എന്നാൽ പൂനെയിൽ ഒരു AFMC മെഡിക്കൽ കോളേജ് ഉണ്ട്, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. അതിൽ നീറ്റിൽ നിന്നാണ് സെലക്ഷൻ, പ്രത്യേക പരീക്ഷയില്ല. ഫീസ് വേണ്ട, ഫീസ് ഇല്ല. ഫീസ് സൗജന്യം, ഹോസ്റ്റലിലെ താമസം സൗജന്യം, ഭക്ഷണം സൗജന്യം, വെക്കേഷന് വീട്ടിൽ പോയിട്ട് വരാൻ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ഫെയർ സൗജന്യം. സർക്കാർ ചെലവിലാണ് പഠിക്കുന്നത്. അതേസമയം പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു വർഷത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ 10, 11, 12 ആ ലക്ഷത്തിലാണ് പോകുന്നത്. തമിഴ്നാട്ടിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജില് ഫീസിന് ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല, ലേലം വിളിയാണ് അവിടെ ഡൊണേഷനൊക്കെ. അതുകൊണ്ട് തീരുമാനിക്കുക, ചുരുങ്ങിയ ഫീസിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കണമോ ഉയർന്ന ഫീസ് കൊടുത്ത് പ്രൈവറ്റിൽ പഠിക്കണമോ. പക്ഷേ പല കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും താനൊരു ഡോക്ടർ ആകണമെന്നുള്ള അടങ്ങാത്ത അംബീഷൻ കാണും.
ഒരു ഡോക്ടർ ആകുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു അഭിലാഷമാണ്, ഒരു ഡിസയറാണ്. അപ്പോൾ അങ്ങനെയുള്ളവര് ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം എഴുതി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടിയില്ല, പ്രൈവറ്റിൽ പോകും, തെറ്റില്ല. പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആയാലും MBBS എല്ലാം MBBS തന്നെ, വ്യത്യാസമില്ല. അപ്പോൾ മാതാപിതാക്കളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉയർന്ന റാങ്ക് വാങ്ങിച്ച് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാമ്പത്തിക ശേഷിയുള്ളവര്, മറ്റു ബുദ്ധിമുട്ടുകൾ കാര്യമായി ബാധിക്കാത്തവര് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അപ്പോൾ അവിടെ തീരുമാനം നിങ്ങളുടെയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകള് ഇന്ത്യയിൽ ഒരുപാട് എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട്. കേരളത്തിൽ മാത്രം MBBS അഡ്മിഷൻ കിട്ടിയാലേ ഞാൻ പഠിക്കാൻ പോകുകയുള്ളൂ എന്നുള്ള വാശി ആദ്യമേ ഉപേക്ഷിക്കുക. മഹാരാഷ്ട്രയിൽ കിട്ടിയാൽ, മധ്യപ്രദേശിൽ കിട്ടിയാൽ, ആസാമിൽ കിട്ടിയാൽ, പഞ്ചാബിൽ കിട്ടിയാൽ, വെസ്റ്റ് ബംഗാളിൽ കിട്ടിയാൽ, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാലും ഞാൻ പോകും എന്നൊരു ഉറച്ച തീരുമാനമെടുക്കണം. അതല്ലാതെ എന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള കോളേജിൽ മാത്രമേ പോകുള്ളൂ, എനിക്ക് നടന്നു പോയിട്ട് വരണം, നടന്നു പോയിട്ട് വന്നാലേ MBBS പഠിക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു 19 ഏക്കർ സ്ഥലം വാങ്ങിച്ച് സ്വന്തമായിട്ടൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി പോയി പഠിക്കാനേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ചിലരുണ്ട്, വീട് തിരുവനന്തപുരത്താണ്, ഞാൻ തിരുവനന്തപുരത്ത് കിട്ടിയാലേ പോകത്തുള്ളൂ, എനിക്ക് കോഴിക്കോട്ട് പോകാനൊക്കത്തില്ല. കേരളത്തിൽ താമസിക്കുന്ന ഞാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ വിചാരിക്കും മകളെ അല്ലെങ്കിൽ മകനെ എങ്ങനെ വെസ്റ്റ് ബംഗാളിലോ പഞ്ചാബിലോ ഉള്ള മെഡിക്കൽ കോളേജ്. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. കേരളത്തിലെ പോലെ തന്നെ സുരക്ഷിതമാണ് ഇന്ത്യയിലുള്ള എല്ലാ മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസും. സുഖമായ ഹോസ്റ്റൽ താമസം. നിങ്ങൾ അന്വേഷിച്ച് നോക്കണം, കേരളത്തിന്റെ വെളിയിൽ ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികളാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ പഠിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഉയർന്ന റാങ്ക് കിട്ടിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. റാങ്ക് അല്പം താഴ്ന്നാൽ ദൂരെ കൂടുതൽ. അപ്പൊ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ റാങ്ക് ഉയർന്നിരിക്കണം, ദൂരെയുള്ള മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ റാങ്ക് അല്പം കുറഞ്ഞിരുന്നാലും മതി. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ റൗണ്ട് വന്നപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മഹാരാഷ്ട്രയിലുള്ള ഒരു മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്, ധൈര്യമായിട്ട് പൊക്കോളൂ, ഒന്നും പേടിക്കണ്ട. സെഫേറിൽ പഠിച്ച അനേകം വിദ്യാർത്ഥികൾ കേരളത്തിന്റെ വെളിയിലുള്ള മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. ആ കുട്ടികള് ഇപ്പോൾ പറയുന്നത് കേരളത്തെക്കാട്ടിലും സുഖമാണ് അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നതാണ്. ഒരു പ്രശ്നവുമില്ല. സുരക്ഷിതത്വം, വന്നു പോയിട്ട് വരാനുള്ള സൗകര്യം, അത് ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ്, ട്രെയിൻ ആണെങ്കിൽ. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ ബുക്ക് ചെയ്താൽ ഫ്ലൈറ്റ് ചാർജ് വളരെ തുച്ഛമാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ എടുക്കേണ്ടത്, എവിടെ കിട്ടിയാലും കേരളത്തിന് വെളിയിലാണെങ്കിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എവിടെ കിട്ടിയാലും പോകണം. ഇനി പ്രൈവറ്റ് കിട്ടും. ചിലപ്പോൾ അടുത്ത 2022 നീറ്റ് കിട്ടുമ്പോൾ പ്രൈവറ്റിലായിരിക്കും അഡ്മിഷൻ കിട്ടുന്നത്. ഫീസ് ഉയർന്നതാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അച്ഛനമ്മമാരോട് പറയാം, ഇത്രയും ഉയർന്ന ഫീസ് കൊടുത്ത് എനിക്ക് ഇപ്പൊ തൽക്കാലം പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോകണ്ട, ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, അടുത്ത പ്രാവശ്യം ഞാൻ റാങ്ക് ഉയർത്തി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. എനിക്ക് അച്ഛനും അമ്മയ്ക്കും സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. ഇത്രയും കാശ് കടമെടുത്തും ലോൺ എടുത്തും എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്ത് ആദ്യത്തെ പ്രാവശ്യം പ്രൈവറ്റിൽ കിട്ടിയത് രണ്ടാമത്തെ പ്രാവശ്യം വേണ്ടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടിയവരുണ്ട്. നമുക്ക് വേണ്ടതൊരു വാശിയാണ്. നമുക്ക് ലക്ഷ്യം നേടിയെടുക്കണമെന്നുള്ള വാശി ആദ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം. ഇവിടെ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് അർജുൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ റിപ്പീറ്റ് ചെയ്തു. അർജുൻ ആദ്യത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ അർജുന് കിട്ടിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അർജുൻ ആദ്യത്തെ പ്രാവശ്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. കുട്ടികൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ മതി എന്ന് നടക്കുമ്പോൾ അർജുൻ പോയില്ല. എല്ലാവരും ചോദിച്ചു, എന്താണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പോകാത്തത്?
സാർ എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കണമെന്നാണ് എന്റെ അപേക്ഷ. അല്ല, ആലപ്പുഴ മെഡിക്കൽ കോളേജും ഗവൺമെന്റിനാണ്. ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് പോകാൻ 3 മണിക്കൂർ മതി, അടുത്തല്ലേ? ഇല്ല, എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കണം. അതുകൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടും പോകാതെ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് 2ാമത്തെ പ്രാവശ്യം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അഡ്മിഷൻ വാങ്ങി. ആദ്യം എല്ലാവരും പറഞ്ഞു അവന് വട്ടാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് പോകാതെ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് ഭാഗ്യപരീക്ഷണമല്ലേ, പിന്നീട് കിട്ടണമെന്ന് ഉറപ്പുണ്ടോ? അവൻ പറഞ്ഞു എനിക്ക് ആലപ്പുഴ വേണ്ട, എനിക്ക് തിരുവനന്തപുരം വരെ. അവനിപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ഇതാണ് വാശി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പലരും എന്താണ് 2022 നീറ്റ് ഒന്ന് എഴുതി നോക്കാം. ഒരു കേരള ഗവൺമെന്റിന്റെ ലോട്ടറി എടുക്കുന്നത് പോലെ കിട്ടിയാൽ മെഡിക്കൽ കോളേജ്, ഇല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും കോഴ്സിന് പോകണം. ഇതൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെ ഭാഗ്യപരീക്ഷണമല്ല. നിങ്ങൾ ആദ്യം വേണ്ടത് അംബീഷൻ, ഡിസയർ ആണ്. എനിക്കൊരു ഡോക്ടർ ആകണമെന്നുള്ള ഡിസയർ ആദ്യം മനസ്സിൽ അങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കുക. അതിനുവേണ്ടി ഞാൻ എന്ത് വർക്ക് ചെയ്യാനും ഞാൻ സന്നദ്ധമാണ്. അതില്ലാതെ എനിക്ക് ഡോക്ടർ ആയേ പറ്റൂ, അത് വേണം. അല്ലാതെ ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള നിലയിൽ നീറ്റ് എഴുതരുത്. 2022 നീറ്റില് എനിക്കൊരു നല്ല മെഡിക്കൽ കോളേജിലെ, ഇന്ത്യയിൽ എവിടെ, കേരളം എന്ന് വേണ്ട, ഇന്ത്യയിലുള്ള ഏതെങ്കിലും നല്ല ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയിരിക്കും ഞാൻ എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി മുമ്പോട്ട് പോവുക. ബാക്കി കാര്യങ്ങളെല്ലാം താനെ വന്നു. നിങ്ങൾക്ക് ഡോക്ടർ ആകണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ദൈവം വിചാരിച്ചാലും നിങ്ങളെ രക്ഷിക്കാനുള്ളത്. താൻ പാതി ദൈവം പാതി എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം മുകളിൽ നോക്കാം. ആ കുട്ടി ഡോക്ടർ ആകണമെന്നുള്ള ഒടുങ്ങാത്ത ആഗ്രഹം കൊണ്ടു നടക്കുന്ന കുട്ടിയാണ്. അതിനുവേണ്ടി ആ കുട്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു, എന്തുമാത്രം അർപ്പണ ബോധത്തോടു കൂടി സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആ കുട്ടിയുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ കാണും. മറ്റത് തോന്നുമ്പോ പഠിക്കും, തോന്നുമ്പോ പഠിക്കത്തില്ല, അങ്ങോട്ട് ഉഴപ്പി ഒരുമാതിരി വേണം വേണ്ട, അങ്ങനെയുള്ളവരുടെ കൂടെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ തീരുമാനത്തിനാണ് നിങ്ങളുടെ അംബീഷൻ, ഡിസൈർ. അപ്പോൾ ഡോക്ടർ ആകുക എന്നുള്ള ഡിസൈറാണ്. ചിലരാണെങ്കിൽ ഇന്നേ തീരുമാനിച്ചിട്ടുണ്ട് കാർഡിയോളജിസ്റ്റ് ആകണമോ, ന്യൂറോളജിസ്റ്റ് ആകണമോ, പീഡിയാട്രീഷ്യൻ ആകണമോ, ഗൈനക്കോളജിസ്റ്റ് ആകണമോ എന്ന് വരെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അവരെ ലക്ഷ്യത്തിലെത്തും, തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലെത്തും. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു എൻ്റെ ഒരു ഓൾഡ് സ്റ്റുഡന്റിൽ നിന്ന്. അയാള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ന്യൂറോളജി പഠിക്കാണ്, DM-ന്. അയാള് എനിക്ക് അയച്ചത്, സാർ ഞാനൊരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് സെഫേർ പഠിച്ചപ്പോൾ ക്ലാസ്സിലിരുന്നപ്പോൾ സാറ് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എണീറ്റ് നിന്ന് പറഞ്ഞു എനിക്ക് സാറേ ഒരു ന്യൂറോളജിസ്റ്റ് ആകണം. അപ്പൊ സാർ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു, നീ ഒരു ന്യൂറോളജിസ്റ്റ് ആയിട്ട് തീരും. സാറേ ഞാനിപ്പോ ന്യൂറോളജിക്ക് പഠിക്കുകയാണ്, സാറിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാനൊരു മെസ്സേജ്. അതാണ് ആഗ്രഹം. അതായത് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുമ്പോൾ തന്നെ എനിക്കൊരു ന്യൂറോളജിസ്റ്റ് ആകണം, എനിക്കൊരു ഈ ആഗ്രഹം മനസ്സിലുണ്ടാണ്, അങ്കിലേ പഠിത്തം വരത്തുള്ളൂ. അപ്പോൾ ആദ്യം അംബീഷൻ അല്ലെങ്കിൽ ഡിസയർ. പക്ഷേ ഡിസയർ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ഊട്ടി ഉറപ്പിച്ചിട്ട് കാര്യമില്ല. ഈ ഡിസയർ നേടിയെടുക്കാൻ ആവശ്യമുള്ള കഴിവ് തനിക്കുണ്ടോ എന്നും കൂടെ ആദ്യം നോക്കുക. നിങ്ങൾ സ്വയം ഒരു വിലയിരുത്തണം. നീറ്റ് എന്ന് പറയുന്ന ആ കടമ്പ കടക്കാനുള്ള കമ്പീറ്റൻസ് അല്ലെങ്കിൽ കഴിവ് എനിക്കുണ്ടോ? ചിലർക്ക് കഴിവ് കൂടുതലായിരിക്കും, ജന്മസിദ്ധമായ ചില കഴിവുകൾ കാണും. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ ഫേസ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനുമുള്ള ആ കമ്പീറ്റൻസ് ജന്മസിദ്ധമായുള്ള കുട്ടികളുണ്ട്, ചുരുക്കമാണ്. അതില്ലാത്ത കുട്ടികൾ ഇതാ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ 1 വർഷത്തെ കോച്ചിങ് കൊണ്ട് ഈ കടമ്പ കടക്കേണ്ടത് എങ്ങനെയാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ എങ്ങനെ ഫേസ് ചെയ്യണം, അതിനെ എങ്ങനെ മറികടക്കണം, ഉയർന്ന റാങ്ക് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സെഫേറിൽ പഠിപ്പിക്കുന്നത്. അല്ലാതെ സെഫേർ എന്ന് പറയുന്നത് കുറെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ചുമ്മാ പഠിപ്പിച്ചു വിടുന്ന ഒരു വെറും കോച്ചിങ് സെന്റർ അല്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ 2 വർഷം പഠിച്ചത് ഇതൊക്കെ തന്നെ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട് പഠിച്ചത്. പക്ഷെ ഇവിടെ
നിങ്ങളെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിപ്പിച്ച് അതിൽ പാണ്ഡിത്യം ഉണ്ടാക്കുക എന്നുള്ളതല്ല, അത് എങ്ങനെ അപ്ലൈ ചെയ്യണം. കാരണം നിങ്ങൾ ബോർഡ് എക്സാമിനേഷന് വേണ്ടിയാണ് പഠിച്ചിട്ടുള്ളത്. ബോർഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു എഴുത്തു പരീക്ഷയാണ്. ചിലപ്പോൾ ചില പാരഗ്രാഫ് എഴുതണം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡയഗ്രാം, ഇങ്ങനെയുള്ള ബോർഡ് എക്സാമിനേഷന്റെ പരീക്ഷാ രീതി എൻ്റെ ഡിഫറൻറ്റ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടിയവർ കാണും. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടിയവരുണ്ട്. 12ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടിയവരുണ്ട്. അവരെ കുറിച്ച് അവരുടെ മാതാപിതാക്കളുടെ മതിപ്പ് എന്താണ്? എന്റെ മകൻ അല്ലെങ്കിൽ മകൾക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടിയത് കൊണ്ട് അവർക്ക് നീറ്റ് കടക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, സബ്ജക്ട് തറവാണ്. തെറ്റാണത്. ഇവിടെ 12ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും എല്ലാ വിഷയത്തിനും A+ വാങ്ങിച്ചു വന്നവര് എൻട്രൻസ് എക്സാമിനേഷൻ കിടക്കുമ്പോൾ തലകുത്തി വീണ കാഴ്ചയുണ്ട്. അതേസമയം വേണ്ടത്ര A+ ഒന്നും ഇല്ലാതെ വരുന്ന ആവറേജ് സ്റ്റുഡൻസ് വളരെ മുൻനിരയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും A+ഉം ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇവിടെ ഞങ്ങളുടെ പുതിയ കോച്ചിങ് ആണ്. നിങ്ങൾക്ക് നീറ്റ് എന്ന് പറയുമ്പോൾ 180 ചോദ്യമാണ്, 180 ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ ഇപ്രാവശ്യം മാത്രം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അത് 200 ആക്കിയതേ ഉള്ളൂ. 180 സാധാരണ. 180 ക്വസ്റ്റ്യൻസ്, 180 മിനിറ്റ്സ്. അതായത് ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ 1 മിനിറ്റാണ് നിങ്ങൾക്ക് ആവറേജ് ആയിട്ട് കിട്ടുന്നത്. പല വിദ്യാർത്ഥികളും നീറ്റ് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുന്നതാണ്. എനിക്ക് എല്ലാം അറിയാമായിരുന്നു, സമയം കിട്ടിയില്ല. ഒരുപക്ഷെ 6 മണിക്കൂർ കൊടുത്തിരുന്നുവെങ്കിൽ ഞാൻ ഈ 180 ആൻസർ ചെയ്തേ. 6 മണിക്കൂർ കൊണ്ട് 180 ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്ന കുട്ടിയെ അല്ല വേണ്ടത്. നിങ്ങൾക്ക് 180 ചോദ്യത്തിന്റെ ഉത്തരം അറിയാമോ എന്നുള്ളതല്ല അവിടെ പരീക്ഷിക്കുന്നത്. 180 ചോദ്യത്തിന്റെ ഉത്തരം ശരിയായ രീതിയിൽ 3 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കുന്നവരാണ്. ഒരു കുട്ടി 180 ചോദ്യത്തിൽ 175 ചോദ്യം 3 മണിക്കൂർ കൊണ്ട് ശരിയാക്കി. വേറൊരു കുട്ടി ആ 175ന്റെ സ്ഥാനത്ത് 140 ചോദ്യമേ പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. മറ്റൊരു കുട്ടിക്ക് വെറും 30 ചോദ്യമേ പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 30 ചോദ്യം ശരിയായിട്ട് എഴുതിയ കുട്ടിയും 180 ചോദ്യം ശരിയായിട്ട് എഴുതിയ കുട്ടിയും ഒരേപോലെ A+ വാങ്ങിച്ചവരാണ്. രണ്ടുപേർക്കും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരുപോലെ അറിയാം. 50 ചോദ്യത്തിന് ഉത്തരമേ എഴുതിയിട്ടുള്ളൂ. വേറൊരു കുട്ടി 150 ചോദ്യത്തിന്റെ ഉത്തരം എഴുതി. രണ്ടുപേരോടും ചോദിച്ചു നോക്കണം, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മണിയായിട്ട് ഉത്തരം പറയും. പക്ഷേ നീറ്റിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ഹാളിൽ ഇരുന്ന് ബബിളി ചെയ്യുന്ന സമയത്ത് അവരുടെ മാനസിക നില വ്യത്യാസമാണ്. ഒരു കുട്ടി ഒരു ചോദ്യം വായിച്ച് അതിന്റെ ഓപ്ഷൻസ് നോക്കി പല പ്രാവശ്യം വർക്ക്ഔട്ട് ചെയ്ത് ശരിയായ ഉത്തരം ബബിളി ചെയ്തു. ബബിളി ചെയ്യാൻ എടുത്തത് 10 മിനിറ്റ്. അതേ ചോദ്യം മറ്റൊരു കുട്ടി നോക്കി ആൻസർ ചെയ്യാൻ എടുത്തത് 5 മിനിറ്റ്. മറ്റൊരു കുട്ടി അതേ ചോദ്യത്തിന്റെ ഉത്തരം ബബിൾ ചെയ്യാൻ എടുത്തത് 2 മിനിറ്റ്. പക്ഷെ 3 പേർക്കും ഉത്തരം ശരിയാണ്. 3 കുട്ടികളുടെ ഉത്തരം ശരി. ഉത്തരം ശരിയോ എന്നല്ല, ഉത്തരം ശരിയായ ഉത്തരം ബബിൾ ചെയ്യാൻ നിങ്ങൾ എടുത്ത സമയം. മൂന്നാമത്തെ കുട്ടി 2 മിനിറ്റ് കൊണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തി. നീ MBBS അഡ്മിഷന് കയറിക്കോ. മറ്റേ കുട്ടിക്ക് ആൻസർ അറിയാം, പക്ഷേ ഉത്തരം കണ്ടുപിടിക്കാൻ സമയം കൂടുതൽ എടുത്തു. അതുകൊണ്ട് ഇവിടെ ടൈം മാനേജ്മെന്റ് ആണ്. നിങ്ങൾ ഇവിടെ ആദ്യം ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണ്. ഇനിയുള്ള പരീക്ഷകളിൽ നിങ്ങൾ ആദ്യം ഒരു ചോദ്യത്തിന്, ഫിസിക്സിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ 5, 6, 7 മിനിറ്റ് എടുക്കും. ബയോളജിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ 3, 4 മിനിറ്റ് എടുക്കും. പക്ഷെ നിരന്തരമായ കോച്ചിങ് വഴി നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ടൈം മാനേജ്മെന്റ്, ലിമിറ്റഡ് ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം, അതിന്റെ ഒരു കോച്ചിങ് ആണ്. അപ്പോൾ ഒരു വശത്ത് ഞങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലുള്ള നിങ്ങളുടെ എക്സിസ്റ്റിംഗ് നോളജിനകത്തുള്ള പോരായ്മകൾ പരിഹരിക്കും. നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലുള്ള നിങ്ങളുടെ അറിവെന്ന് പറയുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡ് പോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ചിലതൊക്കെ അറിയാം, പലതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളുടെ നോളജ് ആകുന്ന പാത്ത് എന്ന് പറയുന്നത്, നോളജ് ആകുന്ന വഴി എന്ന് പറയുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു വഴിയാണ്.
അതിൽ കൂടെ നിങ്ങൾക്ക് വേഗത്തിൽ സഞ്ചരിക്കാൻ ഒക്കത്തില്ല. സെഫേറിൽ വന്നു ചേർന്ന് നിങ്ങളുടെ അറിവിന്റെ പാതയിലുള്ള കുണ്ടുകുഴിയും ഞങ്ങൾ പതുക്കെ പാച്ച് വർക്ക് ചെയ്ത് നല്ല ഉറപ്പാക്കി ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആകുമ്പോൾ ഒരു 120 കിലോമീറ്റർ സ്പീഡിൽ വാഹനം ഓടിക്കുന്ന ഒരു ഹൈവേ ആക്കി മാറ്റാം. ഇപ്പൊ നിങ്ങളുടെ റോഡ് ടാർ ചെയ്യാത്ത റോഡാണ്, കുണ്ടും കുഴിയെന്നുള്ള റോഡാകുന്ന നോളജ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ഫിസിക്സിന്റെ ബേസിക്സ് അറിഞ്ഞൂടാ, കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും അറിഞ്ഞൂടാ. പേടിക്കണ്ട. സെഫേറിലെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളെ നോക്കി നിങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ചു പോവുക. അതിന്റെ പരീക്ഷ ഒരു സമയം നിങ്ങളുടെ എന്താണ് പറയുന്നത്, ഫില്ലിംഗ് ദ ഗ്യാപ്സ് ഇൻ ദ നോളജ്. മറ്റേ സൈഡിൽ പരീക്ഷകൾ. അപ്പൊ ടൈം മാനേജ്മെന്റും പ്രാക്ടീസ് ചെയ്യും, ലേണിംഗും ടൈം മാനേജ്മെന്റും ഒരേ സമയം പാരലലായിട്ട് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് ഞങ്ങൾ അവലംബിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കൂടുതൽ സമയമെടുത്ത നിങ്ങള് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും ഇത് വളരെ പെട്ടെന്ന്. ബയോളജിയുടെ ഒരു ചോദ്യത്തിന് 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം, ധൈര്യമായിട്ട് അത് ബബിൾ ചെയ്യാം. ഫിസിക്സിലെ ഒരു ചോദ്യത്തിന് 1 മിനിറ്റോ 1.5 മിനിറ്റോ എടുക്കത്തുള്ളൂ. പൊതുവെ പറഞ്ഞാൽ ബയോളജിയുടെ ചോദ്യങ്ങൾ കണ്ടുപിടിക്കാൻ സമയം കുറവും, ഫിസിക്സിന് അല്പം സമയം കൂടുതലുമാണ്. അപ്പോൾ ബയോളജിയുടെ സമയം കൂടെ ഫിസിക്സിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. അപ്പൊ ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യാം, സ്പീഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇതെല്ലാം സെഫേറിന്റെ പാഠ്യപദ്ധതിയിലെ ഞങ്ങളുടെ രീതിയാണ്. ഇവിടെ ഇതിനു മുമ്പ് പഠിച്ച പല വിദ്യാർത്ഥികളും, ഒരു കുട്ടിയുടെ ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഹരി ബാലചന്ദ്രൻ. അയാളുടെ ഫോട്ടോയൊക്കെ കാണും. ഹരി ബാലചന്ദ്രൻ 12ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തു. ഹരി ബാലകൃഷ്ണന് കിട്ടിയ റാങ്ക്, അന്ന് കേരള മെഡിക്കൽ എൻട്രൻസ് ഉണ്ട്, 45,000 ആണ് റാങ്ക്. 45,000 റാങ്ക് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിന്റെ 7 അയൽവക്കത്ത് അടുപ്പിക്കത്തില്ല. നിരാശനായി ഹരി ബാലചന്ദ്രൻ റിപ്പീറ്റ് ചെയ്യാൻ സെഫേറിൽ വന്നു ചേർന്നു. 45,000 റാങ്കും വാങ്ങിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ കയറി വന്ന ഹരി ബാലചന്ദ്രന് രണ്ടാമത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ റാങ്ക് 8, കേരളത്തിലെ 8ാമത്തെ റാങ്ക്. അപ്പൊ 45,000 റാങ്ക് ആദ്യത്തെ പ്രാവശ്യം വാങ്ങിച്ച ഹരി ബാലചന്ദ്രന് റിപ്പീറ്റ് ചെയ്ത് എഴുതിയ പരീക്ഷയ്ക്ക് 8ാമത്തെ റാങ്ക് വാങ്ങിക്കാമെങ്കിൽ എന്റെ മുമ്പിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ ഹയർ റാങ്ക് വാങ്ങിക്കാം. Good morning, my dear students. Welcome to the repeaters batch of Sapphire. നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു വർഷത്തെ പഠനത്തിന് വേണ്ടിയുള്ള പ്രയത്നം ഇന്നു മുതൽ തുടങ്ങുകയാണ്. 2021 നീറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചത്ര വിജയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ് 2022 എന്ന് പറയുന്നത്. എന്താണ് ആ വർഷത്തിന്റെ പ്രാധാന്യം? 2022 നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരായി തീരണമെന്ന് തീരുമാനമെടുക്കുന്ന വർഷം 2022 ആണ്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു വർഷം ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ 2022 നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ ഒരു നല്ല വിജയം കണ്ടെത്തി ഇന്ത്യയിൽ 81,000 MBBS സീറ്റുകളുണ്ട്. 81,000 MBBS സീറ്റുകളുണ്ട്. അതിലൊരു സീറ്റ് നമുക്ക് ലഭ്യമാകാനുള്ള ആഗ്രഹത്തിലാണ് നിങ്ങളും അതോടൊപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെയും ആഗ്രഹം അതാണ്. ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഈ 81,000 MBBS സീറ്റുകളിൽ ഒരു സീറ്റ് ലഭിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി പഠിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, അതൊക്കെ വിശദമായി നിങ്ങളുടെ ക്ലാസ്സുകളിൽ വരുമ്പോൾ പറയും. എങ്കിലും ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. ഈ 2021 മുതൽ 2022 നീറ്റ് പരീക്ഷ വരെ അടുക്കും ചിട്ടയോടും കൂടി നമുക്ക് പഠിച്ചേ മതിയാകും. എന്താണ് ഈ അടുക്കും ചിട്ടയും?
നമ്മൾ ഒരു ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിച്ച് മതിയാവും. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും NCERT ടെക്സ്റ്റ്. നമ്മുടെ ആധികാരിക ഗ്രന്ഥം NCERT ടെക്സ്റ്റാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ NCERT ടെക്സ്റ്റിലെ ആ ചാപ്റ്റർ വായിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പെൻസിൽ ഉണ്ടാകണം. ആ പെൻസിൽ കൊണ്ട് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന, പഠിപ്പിക്കുമ്പോൾ അറിയാം ഓരോ സെന്റൻസും പ്രധാനപ്പെട്ട സെന്റൻസുകൾ ഏതാണെന്ന്. ആ സെന്റൻസുകൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നു. ഒരു ചാപ്റ്റർ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞ് രണ്ടാമതൊരു പ്രാവശ്യം വായിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നും നേരത്തെ മാർക്ക് ചെയ്യാത്ത ചില സെന്റൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അത് മാർക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട സെന്റൻസുകൾ എല്ലാം ഒരു ചെറിയ ഷീറ്റ് പേപ്പറിൽ, ഇത്രയും വലിപ്പമുള്ള ഒരു ഷീറ്റ് പേപ്പറിൽ ചെറിയ അക്ഷരത്തിൽ ഈ പോയിന്റ്സ് രേഖപ്പെടുത്തും. ഒരു ചാപ്റ്ററിലെ എല്ലാ പോയിന്റുകളും രേഖപ്പെടുത്തുവാൻ നിങ്ങൾക്ക് പരമാവധി ഇതുപോലൊരു 4-5 ഷീറ്റ് മതി. ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. അത് എസ്സേ പോലൊന്നും എഴുതരുത്. ഇപ്പൊ ഇക്വേഷൻ ആണെങ്കിൽ ആ ഇക്വേഷൻ മാത്രം, ആ ഇക്വേഷന്റെ ലെറ്റേഴ്സ് എന്താണെന്നൊന്നും എഴുതണ്ട. ആ ഇക്വേഷൻ ഒക്കെ അതുപോലെ എഴുതുന്നു. എഴുതിയതിനു ശേഷം ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്യും. ഇന്റലിജന്റായ പല വിദ്യാർത്ഥികൾക്കും നീറ്റ് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ പുറകിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് റിവിഷന്റെ അപര്യാപ്തതയാണ്. അതായത് ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ഈ പേപ്പറിൽ എഴുതി രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം അതിലൂടെ നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ റിവൈസ് ചെയ്യും. ഒരു 4 പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ തന്നെ ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉറയ്ക്കുന്നു. നിങ്ങൾ ആദ്യമായി ഒരു പെന്നെടുത്ത് ഈ പേപ്പറിൽ എഴുതുമ്പോൾ മനസ്സിൽ എഴുതുന്നതിന് തുല്യമാണ്. ഒരു ചാരുകസേരയിൽ കിടന്ന് വായിക്കുന്നതും ഒരു പെൻ കൊണ്ട് പേപ്പറിൽ എഴുതുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു കാര്യം ഒരു പ്രാവശ്യം പേപ്പറിൽ എഴുതുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എഴുതുന്നതിന് അതിന് തുല്യമാണ്. അങ്ങനെ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിൽ രേഖപ്പെടുത്തി കഴിയുമ്പോൾ ആ പോയിന്റുകൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. അങ്ങനെ റിവിഷൻ നടത്തി കഴിയുമ്പോൾ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കും. ഉദാഹരണത്തിന് 2021 നിങ്ങൾ എഴുതിയ നീറ്റ് പരീക്ഷയിലെ കെമിസ്ട്രിയിലെ ഒരു കാര്യം പറയാൻ പോവുകയാണ്. അതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, Beryllium chloride is having a chain structure in the solid state and it is a dimer in the gaseous state എന്ന് NCERT ടെക്സ്റ്റിലെ സെന്റൻസ് ആണത്. അപ്പോൾ ആ NCERT സെന്റൻസ് നിങ്ങൾ വായിക്കുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വരാമല്ലോ. Beryllium chloride is having a chain structure in the solid state and it is a dimer in the gaseous state. വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു തോന്നൽ വരും, ഇതൊക്കെ NCERT-ലുള്ള സെന്റൻസുകൾ, ഈ സെന്റൻസുകളൊക്കെ ക്വസ്റ്റ്യൻ ആയി വരാം. അപ്പോഴത് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ ആ NCERT ടെസ്റ്റിലുള്ള എല്ലാ സെന്റൻസുകളും നമുക്ക് വായിച്ചേ മതിയാകും. ചില സെന്റൻസുകളൊന്നും വായിക്കുമ്പോൾ മനസ്സിലായില്ലെന്ന് വരും. അതിനാണല്ലോ സഫേറിൽ നിങ്ങൾ പഠിക്കാൻ വന്നത്. സഫേർ പഠിപ്പിച്ചു കഴിയുമ്പോൾ മനസ്സിലാവാത്ത സെന്റൻസുകളും നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, 12ാം ക്ലാസ്സിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, 11ാം ക്ലാസ് കാര്യമായി പഠിച്ചില്ലെങ്കിലും സാരമില്ല. അങ്ങനെയുള്ള ധാരണ പാടില്ല. 2021 നിങ്ങൾ എഴുതിയ നീറ്റ് പരീക്ഷയിൽ ഒന്ന് നോക്കിക്കേ. കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ 29 ക്വസ്റ്റ്യനുകൾ +2-ൽ നിന്നും 21 ക്വസ്റ്റ്യനുകൾ +1-ൽ നിന്നുമാണ്. അപ്പൊ +1-ന്റെ ക്വസ്റ്റ്യൻ കുറയ്ക്കില്ല. +2-ഉം +1-ഉം ഏകദേശം തുല്യമാണ്. ചിലപ്പോൾ +2-ന്റെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ 5, 6, 7 ക്വസ്റ്റ്യൻ കൂടുതൽ വന്നെന്ന് വരും. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് +1-ന്റെ പോർഷനും +2-ന്റെ പോർഷനും തുല്യതയോടുകൂടി, അതിന് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി നമുക്ക് മുന്നോട്ട് നീങ്ങണം. അപ്പോഴങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ റിവിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിങ്ങളെ റിവിഷന് പര്യാപ്തപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പല ടെസ്റ്റുകൾ നമ്മളിവിടെ നടക്കും. ഉദാഹരണം, ഒരു ചാപ്റ്റർ പഠിപ്പിച്ച് കഴിയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാകും.
2ഉം 3ഉം ചാപ്റ്റർ കഴിയുമ്പോൾ റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിയോട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക പരീക്ഷയുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് തരും. ആ സിയോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിനേഷനുകൾ നിരവധി തരും. ഈ പരീക്ഷകളെല്ലാം എഴുതി കഴിയുമ്പോൾ ഒരു നിശ്ചിത നമ്പർ ക്വസ്റ്റ്യൻ ഒരു നിശ്ചിത സമയം കൊണ്ട് എഴുതാനുള്ള പ്രായോഗിക പരിശീലനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നമ്മുടെ സഭയിൽ നടത്തുന്ന എല്ലാ യൂണിറ്റ് ടെസ്റ്റുകളും എല്ലാ റിവിഷൻ ടെസ്റ്റുകളും എല്ലാ സിയോട്ടുകളും എല്ലാ മോഡൽ എക്സാമിനേഷനും എഴുതുന്ന ഒരു വിദ്യാർത്ഥിക്ക് 10 ക്വസ്റ്റ്യൻ 10 മിനിറ്റ് കൊണ്ട് എഴുതാനുള്ള ഒരു കഴിവ് സ്വയം സിദ്ധിക്കപ്പെടും. അതുകൊണ്ട് ആ രീതിയിൽ അടുക്കും ചുറ്റിയോടും കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ നമുക്ക് അടുക്കും ചുറ്റിയോടും കൂടി മുന്നോട്ടുള്ള ഒരു വർഷത്തെ പഠനം കഴിയുമ്പോൾ ഈ 81,000 സീറ്റുകളിൽ ഒരു സീറ്റ് നമുക്ക് ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. സഭയിൽ പഠിച്ച വിദ്യാർത്ഥികൾ സാധാരണ വിദ്യാർത്ഥികളാണ്. അവരൊക്കെ വന്ന് സഭയിൽ പറഞ്ഞ പരിശീലനത്തിന്റെ രീതി അനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ സാധാരണക്കാരനായ എല്ലാ വിദ്യാർത്ഥികൾക്കും അടുക്കും ചുറ്റിയോടും കൂടി പഠിച്ച വിദ്യാർത്ഥികൾക്കെല്ലാം അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം കൊടുക്കാൻ പറ്റുന്നത് 2022-ലാണ്. അതെന്താണ്? 10 കോടി രൂപ കൊണ്ട് കൊടുത്താലും കിട്ടാത്ത സന്തോഷമാണ് 2022 നീറ്റ് പരീക്ഷയിൽ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ. അപ്പോൾ അതാണ് നിങ്ങളുടെ പേരൻസിനും നിങ്ങളുടെ അധ്യാപകർക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത്. ആ പ്രതിഫലത്തിന് വേണ്ടിയാണ് ഞങ്ങളും നിങ്ങളുടെ പേരൻസും ഒക്കെ കാത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ സഭയിൽ പഠിക്കാൻ വരുമ്പോൾ സഭയിലെ ഓരോ ജീവനക്കാരനും, ഞങ്ങൾ അധ്യാപകർ ഉൾപ്പെടെ, അധ്യാപകരും അനധ്യാപകരും കമ്പ്യൂട്ടർ സ്റ്റാഫും എല്ലാവരും നിങ്ങളുടെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുകയായിരിക്കും. അതിനകത്ത് ഒരു സംശയമില്ല. ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ വന്ന് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും നീറ്റ് പരീക്ഷയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം, അല്ലെങ്കിൽ എൻട്രൻസ് പരീക്ഷയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുള്ള സ്റ്റാഫുകളാണ് സഭയിലുള്ള എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെന്ന് നിങ്ങൾ വിചാരിക്കണം. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകണം. മറ്റൊന്ന്, നിങ്ങൾ ക്ലാസ് റൂമിൽ വന്നു കഴിഞ്ഞാൽ, അതല്ല ലൈവ് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ ഉടൻ ആ സംശയം തീർത്തിട്ട് ബാക്കി പഠിപ്പിച്ചാൽ മതി എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഞാനൊരു പ്രോബ്ലം ചെയ്യിപ്പിക്കുമ്പോൾ ആ പ്രോബ്ലം മനസ്സിലായില്ലെങ്കിൽ ഉടൻ പറയണം, സർ ആ പ്രോബ്ലം മനസ്സിലായില്ല, ഒന്നുകൂടെ പറയണം എന്ന് പറയാൻ ഒരു മടിയും വേണ്ട. പലപ്പോഴും വിദ്യാർത്ഥികൾ സംശയം ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ സംശയം ചോദിക്കുമ്പോൾ അത്ര മോശപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണെന്ന് ബാക്കിയുള്ളവർ ധരിക്കുമല്ലോ. ഇല്ല, ഒരിക്കലുമില്ല. ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ എത്ര നിസ്സാരമായ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിസ്സാരമായ സംശയങ്ങളാണെങ്കിൽ പോലും ആ നിസ്സാരമായ സംശയത്തെ അധ്യാപകർ സീരിയസ് ആയി എടുത്തുകൊണ്ട് വീണ്ടും പറഞ്ഞതെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വർഷം മുഴുവൻ ഒരു വാശി ഉണ്ടാകണം. എന്താണ് വാശി? ഇന്ന് ഞാൻ 15 പ്രോബ്ലം ഹോംവർക്ക് തന്നാൽ ആ 15 പ്രോബ്ലവും ഇന്ന് തന്നെ ചെയ്യുമെന്നൊരു വാശി ഉണ്ടാകണം. ആ 15 പ്രോബ്ലവും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രോബ്ലം കിട്ടിയില്ലെങ്കിൽ ഉടനൊരു വാശി വരും, ഞാനിത് നാളെ സാറിനെ കൊണ്ട് ക്ലാസ്സിൽ വെച്ച് ചെയ്യിപ്പിച്ചിരിക്കും. ആ വാശിയോടുകൂടി ക്ലാസ്സിൽ വന്ന് നിങ്ങൾ ആ സംശയം ചോദിക്കുമ്പോൾ അധ്യാപകർ ക്ലാസ്സിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഉടൻ മനസ്സിലൊരു വാശി വരും, സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടെ സാറിനെ കൊണ്ട് പറയിപ്പിക്കും. ഈ വാശികളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അടുക്കും ചുറ്റിയോടും കൂടിയുള്ള കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും.
നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ 200 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ 2022 പോലെ പ്രാധാന്യമുള്ള ഒരു വർഷമില്ല എന്ന് ഇന്നെങ്കിലും മനസ്സിൽ ബോധ്യപ്പെടണം. നമ്മുടെ വർഷം 2022 അതിലെ നീറ്റ് പരീക്ഷയിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം മനസ്സിലുണ്ടാകണം. ആ രീതിയിൽ വേണം എല്ലാവരും മുന്നോട്ട് പോകുവാൻ. അങ്ങനെ ആ അടുക്കും ചുറ്റയോടും കൂടി കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികൾ ഏറ്റവും അടുക്കും ചുറ്റയോടും കൂടി പഠിക്കാൻ ശ്രമിക്കുന്നത് 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലുമാണ്. കാരണം എന്താ? 12ാം ക്ലാസ് എന്ന് പറയുമ്പോൾ അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ് ഇൻ ദ ലൈഫ്. ആ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് 12ാം ക്ലാസ്. അപ്പോൾ ആ ടേണിംഗ് പോയിന്റിൽ നിന്നൊരു നല്ല വഴിയിലൂടെ പോകുവാൻ വേണ്ടി അടുക്കും ചിട്ടയോടും കൂടി പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ അടുക്കും ചിട്ടയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. പിന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം അത് 200 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ശരി, ആ ജീവിതം തന്നെ അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ നിങ്ങൾ ഈ അടുക്കും ചുറ്റയോടും കൂടി പഠിക്കാനുള്ള പ്രയത്നം നടക്കുമ്പോൾ തന്നെ അത് ജീവിതത്തിന്റെ അടുക്കും ചുറ്റയുമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വീണ്ടും ക്ലാസ്സിൽ വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ പറയും. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ ക്ലാസ് ഉച്ചകഴിഞ്ഞ് ക്ലാസ് എടുക്കുന്നത് കെമിസ്ട്രി അല്ല. കെമിസ്ട്രിയിൽ ലോഗരിതമുണ്ട്. ലോഗരിതം എന്താണെന്നും ലോഗരിതം എങ്ങനെ പഠിക്കണമെന്നും ലോഗും ആന്റി ലോഗും ഇതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് 1 മണിക്കൂർ. അത് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ വിഷ് യു ദ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു വെരി മച്ച്. Good morning to all of you. Good morning, sir. Good morning. Good morning. എല്ലാവരുടെയും ചെറിയ തലയായിട്ടാണെങ്കിലും എല്ലാവരെയും കാണുന്നുണ്ട്. സന്തോഷം. ഓൾറൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആക്റ്റീവായിട്ട് പഠിത്തം തുടങ്ങുകയാണ്. ഓൾറൈറ്റ്. അപ്പോൾ ഇത്തവണ ഐ തിങ്ക് മെജോറിറ്റി ആൾക്കാരും പരീക്ഷ ഒന്ന് എഴുതി നോക്കിക്കാണും അല്ലേ? ആണോ? എല്ലാവരും എഴുതി നോക്കിയിട്ടുണ്ടോ? എല്ലാവരും എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താ പറയുക? അപ്പോൾ അത് ചിലപ്പോൾ പലർക്കും ഡിഫിക്കൽട്ടായിട്ട് തോന്നി, ഇതല്ലെങ്കിൽ എങ്ങനെ പഠിക്കും എന്നൊക്കെയുള്ള വിചാരം വരും. അപ്പം അതൊട്ടും വേണ്ട. കാരണം ഒരു സാധനവും നമുക്ക് ചെയ്യാൻ പറ്റാതെ ഇല്ല ലോകത്ത്. അപ്പോൾ യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. ഓക്കെ? അപ്പോൾ വർക്ക് ഫോർ ഇറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ 12th പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു ലെവൽ വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ ബോർഡ് എക്സാം ഉണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ 11th 12th എല്ലാം എന്ന് വെച്ചാൽ 10th കഴിഞ്ഞ് വന്നിട്ട് വലിയൊരു ജമ്പാണ് 11th and 12th. അത് നിങ്ങളിപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി കാണും അല്ലേ? 10th പഠിക്കണ പോലെ അല്ല, ഒരുപാട് പോർഷനാണ് 11th and 12th. അപ്പോൾ ആ 2 വർഷം പഠിക്കണം. നിങ്ങളുടെ ആദ്യത്തെ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിക്കണതിൻ്റെ 10 ഇരട്ടിയാണ്. അത് സമ്മതിച്ചോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ കാണുമല്ലോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തായാലും ചോദിക്കും. എന്തുകൊണ്ട് ചോദിക്കാൻ? പതുക്കെ പറഞ്ഞ എനിക്ക് കേൾക്കാം. അവർക്ക് പറയാം, ഞാനിവിടെ കേൾക്കട്ടെ. എന്തുകൊണ്ട്? അവിടെ എന്തോ കുറച്ച് പറയും. ടൈം ടേബിളൊക്കെ അതൊക്കെ ഇന്ന് പറയും. അതൊക്കെ ഓഫീസിൽ നിന്ന് നിങ്ങൾ അറിയിച്ചു. ഇപ്പം ഞങ്ങളിപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വന്നിട്ട് എങ്ങനെയാണ് പഠിക്കണം ബാക്കി എല്ലാം നിങ്ങൾ അറിയിച്ചു. എങ്ങനെയാണ് ക്ലാസ് ടൈമിങ്, എങ്ങനെയാണ് പിന്നെ ടെസ്റ്റ്. അപ്പോൾ അതെല്ലാം അതിന് ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. അത് നിങ്ങൾ കറക്റ്റായിട്ട് അറിയുള്ളൂ. അത് അനൗൺസ് ചെയ്യും. ഓക്കെ, ഇനി തന്നെ അതിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ അതല്ലാതെ പിന്നെ വേറെ എന്താ ചോദിക്കാനുണ്ട്? എന്തോ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യോ? നോട്ട്സ് ഇപ്പൊ മെറ്റീരിയൽ നിങ്ങളുടെ ബുക്കിൽ മെറ്റീരിയൽ ഉണ്ട്. ഇപ്പം അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഒക്കെ കംപ്ലീറ്റ് NCERT വായിച്ചുകൊണ്ടിരിക്കുക. അവർ നോട്ട് തന്നാലും ടെക്സ്റ്റ് കമ്പൽസറി വായിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഫിസിക്സ് ആണെങ്കിൽ
നിങ്ങൾക്ക് തരണ മെറ്റീരിയലിൽ തന്നെ മെറ്റീരിയൽ തന്നെ ഇപ്പോൾ ഒരു ബുക്കുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും മുൻവശത്ത് ആ ചാപ്റ്ററിനെ പറ്റി അറിയേണ്ട പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിന് പുറമെ സാറന്മാർ ആ ചാപ്റ്റർ എടുക്കുക, സാറന്മാർ ഞാൻ ഇൻക്ലൂഡ് ആ ടോപ്പിക് എടുക്കുമ്പോൾ പിന്നെയും ആ പോയിന്റ്സ് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്യും. കാരണം എപ്പോഴും എഴുതുമ്പോൾ കുറേ കൂടെ തരണം. അപ്പോൾ ആ എഴുതണ നോട്ടും വായിക്കണം, പ്ലസ് നിങ്ങൾക്ക് തന്ന മെറ്റീരിയൽ വായിക്കണം. പല കുട്ടികളും ഇതിപ്പോൾ എൻ്റെ അനുഭവമാണ്, സാറന്മാർ തരണ നോട്ട് മാത്രമേ വായിക്കാറുള്ളൂ. അതുപോലെ കാരണം ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു 4 ദിവസമൊക്കെ കൊണ്ടാണ് ഒരു ചാപ്റ്റർ തീർക്കണം. 4 ദിവസം കൊണ്ട്, 4 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂറാണ് ഓരോ ദിവസം. അതുകൊണ്ടാണ് ഒരു ചാപ്റ്റർ തീരുന്നത്. അപ്പം മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാം ചിലപ്പോൾ കാണണമെന്നില്ല. അതേസമയം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇതൊക്കെ തന്ന എൻട്രൻസ് ബുക്കിൻ്റെ മെറ്റീരിയലിൽ എല്ലാ പോയിന്റ്സും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ സാർമാർ തരുന്ന നോട്ടും വായിക്കണം, പ്ലസ് മെറ്റീരിയലിൽ തന്നിരിക്കുന്ന തിയറിയും വായിച്ചേ പറ്റും. ഒരുപാട് പേര് മെറ്റീരിയലിൻ്റെ ഭാഗം തുറക്കാറേ ഇല്ല, കണക്ക് ഭാഗം മാത്രമേ നോക്കൂ. അതുപോലെ പിന്നെ മെറ്റീരിയലിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത് ഇപ്പോൾ എക്സസൈസ് 1 എന്ന് പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് തന്നിരിക്കും. എക്സസൈസ് 1 എന്ന് പറയുന്ന പല ടൈപ്പ്, അതായത് ആ ചാപ്റ്ററിൽ തിരിച്ചും മറിച്ചും വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതിലുണ്ട്. അതൊരു 70 to 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 80 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററാണ്. അതെല്ലാം നിങ്ങൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇത് പറഞ്ഞിട്ട് 80 ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല, എല്ലാ ടൈപ്പും ചെയ്യും. ഇപ്പം ആ 80-ൽ ഇങ്ങനെ ഒരേ ടൈപ്പ് ഒഴിച്ച് ചിലപ്പം ഒരു 50-60 ക്വസ്റ്റ്യൻ ചെയ്യും. ബാക്കി ചുമ്മാ അടയ്ക്കുകയല്ല, ഹോംവർക്ക് തരും. ഹോംവർക്ക് തന്നിട്ട് പിറ്റേ ദിവസം സാറന്മാർ ഡൗട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഡൗട്ട് ചോദിക്കണം, ചെയ്തിരിക്കണം. കുറേ പേര് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ കണക്കുകൾ നോക്കേയില്ല. പിറ്റേ ദിവസം ഡൗട്ടുണ്ടോ ചോദിച്ചാൽ ഈ ഡൗട്ടൊന്നുമില്ല, എല്ലാം ചെയ്യും. റിമെമ്പർ, ഒരു ക്ലാസ് ഇരിക്കുമ്പോൾ പിന്നെ ഓൺലൈൻ ആകുമ്പോൾ പിന്നെ നമുക്ക് ബുക്ക് കാണാനേ പറ്റില്ല, അറിയാമല്ലോ. ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിൽ തന്നെയും ചുറ്റി നടന്ന് ഓരോ ബുക്കും നോക്കാനുള്ള സമയമില്ല. എന്തുകൊണ്ട്? ആ ദിവസം ഇത്രയും തീർക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ അതുമല്ല, നമ്മൾ 1ാം ക്ലാസ്സായിട്ട് ഇത്ര കുറച്ചെല്ലാം പഠിപ്പിക്കാനുള്ളൂ, അറിയാമല്ലോ. ഇത്രയും കവർ ചെയ്യാനുണ്ട് ഇത്രയും സമയത്ത്. ഈ 8 മാസം കൊണ്ട് 2 വർഷത്തെ ടോപ്പിക്കാണ് എടുക്കുന്നത്. അതും എൻട്രൻസ് ലെവൽ, ഓർഡിനറി സ്കൂളല്ല. അതുകൊണ്ട് ചുറ്റി നടന്നാലും ഒരു ദിവസമൊക്കെ ചുറ്റി നടക്കാൻ പറ്റും, ബാക്കി ആ ടീച്ചറിന് സമയം കിട്ടുന്നില്ല. അപ്പം ആ 1ാം ക്ലാസ്സിൻ്റെ കമ്പും കൊണ്ട് നടന്ന് പഠിക്കുക എന്നൊക്കെ പറയുന്ന ആ പ്രായമല്ല. നമ്മൾ തന്നെത്താൻ തന്നെ വർക്കൗട്ട് ചെയ്ത് കിട്ടാത്ത ആൻസർ ക്ലാസ്സിൽ എടിച്ച് ചോദിക്കണം. ഒരു പക്ഷേ പിറ്റേ ദിവസം സാറ് വന്നിട്ട് ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യും, ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കില്ല. എന്ന് പറഞ്ഞ് സാറ് ചോദിച്ചില്ല, നിങ്ങൾക്ക് പേടിക്കാനേ ഇല്ല, പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, അവിടെ നിന്ന് മുരുങ്ങി ചെന്ന സാറ് കേട്ടില്ല എന്ന് വരും. അപ്പം കേട്ടില്ല എന്നുകൊണ്ട് പിന്നെ കുറച്ചിൽ തോന്നരുത്, നിങ്ങളുടെ റൈറ്റ് ആണ് ചോദിക്കണം. സോ ഉടനെ സാർ അല്ലെങ്കിൽ ടീച്ചർ കേട്ടില്ല എന്നുണ്ടെങ്കിൽ എണീറ്റ് നിന്ന് ഈ കണക്ക് എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ ബാക്കിൽ ആൻസർ കീ ഉണ്ട്, അപ്പോൾ ആ കീ എനിക്ക് കിട്ടിയില്ല, അപ്പോൾ എനിക്കത് മനസ്സിലായില്ല, അല്ലെങ്കിൽ തലേ ദിവസം പഠിപ്പിച്ചത് ഞാൻ വീട്ടിൽ പോയി വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവില്ല. പിറ്റേ ദിവസം തുടങ്ങുമ്പോൾ തന്നെ അതുകൊണ്ട് പറയണം. അതിനെ പേടിക്കാനേ ഇല്ല. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഓർമ്മ വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഈ പഠിത്തത്തിനുണ്ടെങ്കിലും അത് സാറന്മാർ ക്ലിയർ ചെയ്ത് തരുകയും ചെയ്യും. അപ്പം അത് കുറച്ചിൽ ചോദിക്കരുത്, പേടി ചോദിക്കരുത്, അങ്ങനെ പേടിയൊക്കെ ഒന്ന് അങ്ങനെ വിചാരിക്കരുത്. യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ക്ലിയർ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവകാശമാണ്. സാറ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ജോയിൻ ചെയ്തപ്പോൾ SK സാർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവകാശമാണ് നിങ്ങളുടെ ഏത് ഡൗട്ടും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യും. പിന്നെ അതിന് പുറമെ നിങ്ങൾ അതേപോലത്തെ ക്വസ്റ്റ്യൻ വേറൊരു ബുക്കിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല, മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ കെമിസ്ട്രി സാർ GS സാർ പറഞ്ഞ പോലെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളെ അറിയിക്കും. ആ ഗ്രൂപ്പിൽ ആ ക്വസ്റ്റ്യൻ്റെ ഫോട്ടോയോ ഈവൻ ഓഡിയോ, വാട്സപ്പിൽ ഓഡിയോ ഉണ്ടറിയാലോ, ഓഡിയോ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് അതിൽ ഓഡിയോ ഇടാം. അപ്പോൾ ആ സാറോ ടീച്ചറോ ഓഡിയോ വഴിയോ അല്ലെങ്കിൽ എഴുതിയോ റിപ്ലൈ അയക്കും. ദിസ് അപ്ലൈസ് ടു ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി.
സോ ഡൗട്ട് ക്ലിയറൻസ് അപ്പ ചെയ്തേക്കും. പഠിക്കാതിരുന്നിട്ട് പരീക്ഷ വരുമ്പോൾ മാത്രം ആദ്യം തൊട്ട് വായിച്ചാൽ ഒരിക്കലും തീരില്ല. പിന്നെ നമ്മൾ ഒരിക്കൽ പഠിച്ചു എന്ന് പറഞ്ഞ് തലയിൽ നിൽക്കില്ല, കാരണം അത്ര വാസ്റ്റാണ്. പിന്നെയും പഠിക്കും. ഒരു അവധി വന്നാൽ അത് അവധി വിശ്രമിക്കാനില്ല, നമുക്ക് വിശ്രമമില്ല. ഓക്കെ, നോട്ട്സ് മസ്റ്റ് ബി വെരി ക്ലിയർ. പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിരിക്കും. അപ്പോൾ അത് ഏതെങ്കിലും മൂലയിൽ ഒരു പേപ്പറിൽ നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് 5 ക്വസ്റ്റ്യൻ ശരി കിട്ടി. അപ്പോൾ സാറന്മാർ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ 5 ക്വസ്റ്റ്യൻ കേൾക്കാതിരിക്കരുത്. എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോട്ട്ബുക്കിലോ പേപ്പറിലോ വെച്ചിട്ട് അത് ഏത് ടെസ്റ്റ് നമ്പറാണ് ഏത് ഡേറ്റ് എന്ന് എഴുതി വെച്ചിട്ട് ആ ഇന്ന ക്വസ്റ്റ്യൻ പേപ്പറിലോ അതേപോലെ ഡേറ്റ് എഴുതി വെക്കണം. എന്തെന്നാണെന്ന് പറയുന്നത്, ഈ എൻഡ് ഓഫ് ദി ഇയർ നിങ്ങൾക്ക് ഒരു 200 ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, അതിൽ കൂടുതൽ കാണും. 200 ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ കൈ കാണും. അവസാനം എല്ലാം കൂടെ ചവർ പോലെ വരയിട്ടാൽ ഏതെന്ന് അറിയില്ല. അപ്പോൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മേളിൽ ഇപ്പം നിങ്ങൾക്ക് ഓൺലൈൻ വരണം. ഓൺലൈൻ ആകുമ്പോൾ ആ PDF ഇന്ന ഡേറ്റ് എഴുതി വെക്കണം. ഓഫ്ലൈൻ മോഡൽ ആവുമല്ലോ. ഓഫ്ലൈൻ ആകുമ്പോൾ പ്രിന്റഡ് പേപ്പർ കിട്ടുമ്പോൾ ആ പേപ്പറിൽ ഡേറ്റ് ഓഫ് എക്സാം അതിൻ്റെ ആൻസർ ഏത് നോട്ട്ബുക്കിലാണ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ നോട്ട്ബുക്സിൽ 1 2 3 4 നമ്പർ ഇട്ട് പോകണം. ഈ നോട്ട്ബുക്കിൽ ആണ് അത്. പിന്നെ മാക്സിമം കഴിയുന്നത് പേജ് നമ്പർ ഇട്ടുകൊണ്ട് പോകണം. അത് എഴുതുമ്പോൾ തന്നെ പേജ് നമ്പർ ഇട്ടുകൊണ്ട് പോകണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന ഈ നോട്ട്ബുക്ക് 2 പേജ് നമ്പർ 30 ഉണ്ടെന്ന് പറഞ്ഞാൽ അവസാനം റിവൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഒന്നിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പല ബുക്കുകളും തപ്പി. എന്നുവെച്ചാൽ ഒരുപാട് നോട്ട്ബുക്സ് നിങ്ങളുടെ കൈ കാണും. അത് എൻ്റെ ഓഫ് ദി ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാണും. അപ്പം അടുക്കി വെക്കാം. പിന്നെ ഒരിക്കലും നടക്കില്ല. പിന്നെ പഠിക്കാമോ ഒരിക്കലും നടക്കില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നോട്ട്സും ടെസ്റ്റും ഒക്കെ ചിട്ടയോടെ അറേഞ്ച് ചെയ്ത് വെക്കണം. അണ്ടർസ്റ്റാൻഡ്? എനിത്തിങ് എൽസ്? ഓക്കെ, എല്ലാവരും ക്ലിയർ ആയില്ല? യെസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഗോഡ് ബ്ലെസ്. ഓക്കെ, താങ്ക് യു. Safir, the dream team in entrance coaching.